സമയങ്ങൾ എത്ര വേഗം കടന്നു പോകുന്നതല്ലേ. ഒരു മോളുണ്ടാവുന്നതിന് മുമ്പേയുള്ള ആഗ്രഹമായിരുന്നു ഒരു മകൾ ജനിക്കണമെന്നും അവളുടെ വിദ്യാഭ്യാസം അവളെ വളർത്തുന്നതും ഒക്കെ. 2025 എൻ്റെ ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നിമിഷമായിരുന്നു. അവൾ ആദ്യമായിട്ട് സ്കൂളിൽ പോയ സമയം, LKG കൊണ്ടാക്കിയ സമയം, അതിനായിട്ടുള്ള പ്രിപ്പറേഷൻ്റെയും കാര്യങ്ങളും പിന്നെ ഈ ഒരു വർഷത്തെ മൊമെൻറ്റ്സൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് പാർലറിൽ പോയിട്ട് മുടിയൊക്കെ കട്ട് ചെയ്ത് അതുപോലെ ID കാർഡിന് വേണ്ടിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത ഒരു സമയമാണിത്. സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു ഈ സമയത്ത് മുഴുവനും. കാര്യങ്ങളൊക്കെ ബാഗുകളും കാര്യങ്ങളൊക്കെ വെച്ച് ഫസ്റ്റ് ഡേ ഇതായിരുന്നു അന്നത്തെ കോസ്റ്റ്യൂം. ആദ്യത്തെ ദിവസം ഈ ഒരു കോസ്റ്റ്യൂമിലാണ് പോയത്. വളരെ സന്തോഷമായിരുന്നു. ആദ്യം പോകുന്ന സമയത്തൊക്കെ വലിയ സന്തോഷമായിരുന്നു, ചിരിയും, യാതൊരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ ഇട്ടിട്ട് പോകുന്നതിൻ്റെ ആദ്യമായിട്ട് ഒറ്റയ്ക്കാവുന്നതിൻ്റെ അങ്ങനത്തെ പേടിയൊന്നും ആൾക്കുണ്ടായിരുന്നില്ല. സ്കൂള് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഇതായിരിക്കും, അന്തരീക്ഷം മാത്രമായിരിക്കും എന്നായിരുന്നു മനസ്സിലായ ഒരു ഇത്. ഈ ഒരു ഫോട്ടോ ഭയങ്കര ഒരു ഹാർട്ട് ടച്ചിങ് ആണ് കേട്ടോ. അവളെ ആദ്യമായിട്ട് ഒറ്റയ്ക്കാക്കിയിട്ട് തിരിച്ചു പോരുന്ന സമയം ജനലിൽ കൂടിയുള്ള അവളുടെ ആ നോട്ടം, അതൊരു ഭയങ്കര, എന്നും ഈ ഫോട്ടോ കാണുമ്പോഴത്തേന് മനസ്സിലൊരു വേദനയാണ്. ആദ്യമായിട്ട് സ്കൂൾ ബാഗൊക്കെ ഇട്ട് നടക്കാനുള്ള ഒരു ഇഷ്ടം അല്ലേ. പിന്നെ മേരിമാതാൻ്റെ മുമ്പിൽ നിൽക്കണതാണ് കേട്ടോ. എന്നും സ്കൂൾ ബസ്സിലല്ല കേട്ടോ ഞങ്ങൾ കൊണ്ടുപോകണത്, ഓട്ടോയിൽ തന്നെയാണ്. അച്ഛൻ കൊണ്ടുവിടുകയാണ് ചെയ്യാറ്, ഓട്ടോയിൽ കൊണ്ടുവരികയും ചെയ്യാണ് എന്നും. മുഖമൊക്കെ വാടിത്തുടങ്ങി. ആദ്യം ഉണ്ടായിരുന്ന ആ സന്തോഷമൊക്കെ പതുക്കെ മങ്ങി. ഇത് ആദ്യത്തെ അവളുടെ ബർത്ത്ഡേ ആണ്, ജൂൺ 20 ബർത്ത്ഡേയുടെ. സ്കൂളിൽ നടന്ന യോഗ ക്ലാസ്സിൻ്റെ പ്രോഗ്രാമിൻ്റെ, പിന്നെ എന്തോ ഒരു ഫംഗ്ഷന് ടീച്ചേഴ്സ് പാട്ട് പാടുന്നുണ്ട്, കുട്ടികളൊക്കെ കൂട്ടത്തിൽ പാടുന്നുണ്ട്. എൻ്റെ മോളാണ് അവിടെ ബ്ലൂ കളറിൽ ഡ്രസ്സ് ഇട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് ആൾ. അതിൻ്റെയൊക്കെ ഒരു ഇതാണ്. ഇത് ആദ്യമായിട്ട് വെനസ്ഡേയിലെ യൂണിഫോം കിട്ടിയതാണ് കേട്ടോ. ഇത് ആദ്യത്തെ ID കാർഡ് കിട്ടിയ ആദ്യത്തെ ദിവസം. പിന്നെ ലഞ്ച് ബാഗ് ആദ്യമായിട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു സന്തോഷം. ഓഗസ്റ്റ് 15 ഫംഗ്ഷന് വേണ്ടിയിട്ട് എടുത്ത ഫോട്ടോയാണ്. ഓഗസ്റ്റ് 15 ഫംഗ്ഷൻ നടന്നപ്പോൾ എടുത്ത ഗ്രൂപ്പ് ഫോട്ടോ. റെഗുലർ യൂണിഫോം ആദ്യമായിട്ട് കിട്ടിയപ്പോൾ ഇട്ട ഫോട്ടോയാണ് കേട്ടോ. ഇത് ഓണം സെലിബ്രേഷന് മലയാളി മങ്ക കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്നതിൻ്റെയാണ് കേട്ടോ, ഒരുങ്ങി പോകുന്നതിൻ്റെ ഇതാണ്. അന്ന് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂട്ടത്തിൽ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. മുഹമ്മദ് റംസാൻ എന്നാണ് ആ ഫ്രണ്ടിൻ്റെ പേര്. ആ ഫ്രണ്ടിനെ കിട്ടിയതിനൊരു കഥയുണ്ട്. അത് ക്ലാസ്സിലൊരു കുട്ടി അവളെ എന്തോ ഞുള്ളിപ്പറിക്കൊന്ന് ചെയ്തപ്പോൾ അവൾ ക്ലാസ്സിലിരുന്ന് കരഞ്ഞു. അപ്പോൾ അത് കണ്ടിട്ട് വിഷമം തോന്നിയിട്ട് ഈ കുട്ടിയാണ് മുഹമ്മദ് റംസാൻ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു, അവനെ കരയണു, ആ കുട്ടി ഉപദ്രവിച്ചു എന്ന്. അന്ന് മുതൽ അവൾക്ക് എന്തോ ഒരു വലിയ ഇഷ്ടമാണ്, കാരണം അവളെ സപ്പോർട്ട് ചെയ്തില്ലേ. അത് അവളെപ്പോഴും പറയും, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്ത് എന്നുള്ള ഒരു ഇതാണ് അവൾക്ക് കിട്ടിയത്. ഇന്നും ആ കുട്ടി അവളുടെ ഫ്രണ്ടാണ് കേട്ടോ. ഇത് പിന്നെ സ്കൂളിൽ നിന്നും പുറത്ത് മറ്റൊരു സ്കൂളിൽ അവരെ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ആക്ഷൻ സോങ്ങിൻ്റെ കോമ്പറ്റീഷന് കൊണ്ടുപോയി. അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളാണ്. മുഖമൊക്കെ നോക്കിയാൽ അറിയാം വാടിത്തളർന്ന്. ആദ്യം ചെന്നപ്പോൾ ഉണ്ടായിരുന്ന ഉത്സാഹമൊന്നും പിന്നീട് ഉണ്ടായിരുന്നില്ല. കാരണം 8 മണിയാകുമ്പോൾ സ്കൂളിൽ പോകണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഫുഡ് കഴിക്കലൊക്കെ കുറഞ്ഞു. അതിൻ്റെ ആരോഗ്യ പ്രശ്നം, പിന്നെ ഉറക്കത്തിൻ്റെ കുറവ്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ പിന്നെ ടീച്ചേഴ്സിനെ ഭയങ്കര പേടിയായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കരമായിട്ട് പേടികൾ തുടങ്ങി. ടീച്ചേഴ്സിൻ്റെ കയ്യിൽ വടി ഉണ്ടാവും, അവരെ വഴക്ക് പറയും, കണ്ണുരുട്ടി പേടിപ്പിക്കും, ചിലപ്പോഴൊക്കെ തല്ലുമെന്നും തോന്നുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ ഭയം കൊണ്ട് ആളങ്ങ് വല്ലാണ്ട് ഒതുങ്ങിപ്പോയി, വെറും പൂച്ചക്കുട്ടിയായിപ്പോയി ആ സമയത്ത്. കോമ്പറ്റീഷന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് പോയ കോസ്റ്റ്യൂമാണ് കേട്ടോ ഇതാണ് കോമ്പറ്റീഷൻ്റെ വീഡിയോ. അതിലും അവൾ ആകെപ്പാടെ ഡള്ളായിട്ടാണ് നിൽക്കുന്നത്, അധികം അനങ്ങിയിട്ടൊന്നുമില്ല. തിരിച്ചു വന്നത് പനി പിടിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ആ ഒരു പനി 1.5 ആഴ്ചയാണ്. അവൾ അത്രയ്ക്ക് പേടിച്ചു പോയി. വന്നപ്പോൾ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, അമ്മ വലിയ സ്റ്റേജായിരുന്നു, കുഞ്ഞിൻ്റെ കാലൊന്നും അനങ്ങനുണ്ടായിരുന്നില്ല, എനിക്ക് പേടിയായിപ്പോയി അമ്മേ എന്നൊക്കെ പറഞ്ഞു. നമ്മളെയൊന്നും പേരൻസിനെ ഒന്നും കൊണ്ടുപോയില്ല. സ്കൂളിൽ കൊണ്ടുപോയി വെളുപ്പിന് 7:30 നമ്മൾ കൊണ്ടുവിട്ടു. അപ്പോൾ സ്കൂൾ ബസ്സിൽ കയറ്റിയിട്ട് ടീച്ചേഴ്സ് മാത്രമാണ്, കുറച്ച് കുട്ടികളെ മാത്രമേ ഉള്ളൂ, ടീച്ചേഴ്സാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഉച്ച കഴിഞ്ഞ് തിരിച്ച് വരാനായിട്ട്, അതുവരെ എങ്ങോട്ടാണ് കൊണ്ടുപോകണേ എന്താണെന്നൊന്നും അറിയില്ല, കൊച്ചു കുട്ടികളല്ലേ. അപ്പോൾ അവർ ശരിക്കും പേടിച്ചു പോയി. പിന്നെ വലിയ സ്റ്റേജിലാണ്, ഒരുപാട് ആളുകൾ ഫ്രണ്ടിലിരിക്കുന്ന കണ്ടപ്പോൾ ശരിക്കും പേടിച്ചു പോയി. അപ്പോൾ അതിൻ്റെ ഒരു പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 1.5 ആഴ്ച ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒറ്റയ്ക്ക് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു, അവൾ വിളിച്ചിട്ട് പോയൊന്നുമില്ല പിന്നീട്. പിന്നെ ഇത് ആദ്യത്തെ ഓണം എക്സാമിൻ്റെ പേപ്പറാണ് കേട്ടോ. ആദ്യത്തെ പരീക്ഷയ്ക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് ഉണ്ടാവുമല്ലോ, അത് കുട്ടികൾക്ക് വളരെ കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും എൻ്റെ മോൾ ഇവിടം തൊട്ടാണ് വീണ്ടും അവളുടെ ട്രാക്കിലേക്ക് എത്തിയത്. അതായത് പേടിയൊക്കെ മാറി. കാരണം ഇത് കഴിഞ്ഞിട്ട് ഒരു ഓപ്പൺ ഹൗസ് ഉണ്ട്, അതായത് പേരൻസ് മീറ്റിംഗ്. ആ പേരൻസ് മീറ്റിങ്ങിൽ വെച്ചിട്ട് ടീച്ചർ പറഞ്ഞു, മിടുക്കി കുട്ടിയാണ്, എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ്, പഠിക്കും, അങ്ങനെയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ടീച്ചേഴ്സ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, അമ്മ പറയുന്നത് പോലെ ടീച്ചറിന് ദേഷ്യം കൊണ്ടല്ല ടീച്ചർ വഴക്ക് പറയുന്നത്,
ടീച്ചറിന് സ്നേഹമുണ്ട് കുട്ടിയോടെന്നൊക്കെ മനസ്സിലായപ്പോൾ അവൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. പിന്നെ ഞാൻ മിടുക്കിയാണെന്ന് സ്വയം അന്നാണ് അവൾക്ക് മനസ്സിലായി തുടങ്ങിയത്. അത് വഴക്ക് പറയുമ്പോൾ അവളുടെ വിചാരം അവൾ ചീത്തക്കുട്ടിയാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. ആദ്യമായിട്ട് സ്കൂളിൽ നടന്ന കോമ്പറ്റീഷനാണ്, ഡാൻസ് മത്സരത്തിൻ്റെയാണ്. ഡാൻസൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ, യൂട്യൂബിൽ നോക്കിയിട്ട് പഠിച്ചതാണേ. കോസ്റ്റ്യൂമൊക്കെ ഞാനൊരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതാണ്. മേക്കപ്പും എല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുത്തത്. നമുക്ക് അത്ര അറിവൊന്നുമില്ല ഇതിനെ പറ്റിയിട്ട്. പിന്നെ എന്താണ്, തോർത്തൊക്കെ അഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു കേട്ടോ, അതിലൊന്നും ചവിട്ടാണ്ട് അവൾ ചെയ്തു. ഫുഡ് കഴിക്കാത്തതിൻ്റെ ആ ഒരു ഇതാണ്, ഫുഡൊന്നും കഴിക്കാത്തതിൻ്റെ ഒരു ആരോഗ്യത്തിൻ്റെ കുറവ് ആ മുഖത്ത് കാണാനുണ്ട്. ചിരിയൊന്നും ഇല്ല കേട്ടോ. എന്നിട്ടും ഒരു വിധത്തിൽ അവൾ കളിച്ചൊപ്പിച്ചു. 3rd പ്രൈസ് ഉണ്ടായിരുന്നു ഡാൻസിന്. അതുപോലെ അവൾ ചേർന്ന എല്ലാ പ്രോഗ്രാമിനും 1st, 2nd, 3rd ഒക്കെ ആയിട്ട് എല്ലാത്തിനും ഉണ്ടായിരുന്നു. ഇത് ആദ്യമായിട്ട് സ്കൂളിൽ നിന്ന് 1 ഡേ ടൂർ പോയതാണ്. പിന്നെ ഇത് ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ആണ് കേട്ടോ. അന്നൊക്കെ ആയപ്പോൾ കുറച്ചുകൂടി ആക്റ്റീവായി ആൾ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുറേശ്ശെ കഴിക്കാൻ തുടങ്ങി. ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ കൊണ്ടുപോയതാണേ, പക്ഷെ കൊടുക്കാണ്ട് പിടിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ. പിന്നെ ഇത് കളേഴ്സ് ഡേയുടെ യെല്ലോ കളർ കോഡായിരുന്നു അവർക്ക് അന്ന് കൊടുത്തിരുന്നത്. അതിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ ആണ്. നമ്മൾ ആങ്കർ ചെയ്തിട്ടുണ്ടായിരുന്നു, ആങ്കറിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്കാണ് പ്രൊഫഷൻസി പ്രൈസ്. അതുവരെ നടന്ന എല്ലാ പ്രോഗ്രാമിൻ്റെയും അതുപോലെ ക്ലാസ്സിലെ മാർക്കിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെയുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ അന്നാണ് കൊടുത്തത്. വളരെ പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത്. ഭയങ്കര അഭിമാനം തോന്നിയൊരു ദിവസമായിരുന്നു അന്ന്. കാരണം കുട്ടികൾ വലുതാവുമല്ലേ, ഇന്നത്തെ ഈ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല മുന്നോട്ട്. എന്തൊക്കെ കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടാവും, പഠിക്കുമോ ഒന്നും നമുക്കറിയില്ല. ഇന്ന് കിട്ടുന്നത്, ഇന്നത്തെ ഈ നിമിഷങ്ങൾ അത് നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണല്ലോ. ആദ്യമായിട്ട് സ്കൂളിൽ പോയ സമയത്ത് കിട്ടിയ സന്തോഷം, ആ ഒരു പ്രൈസുകളൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള നിമിഷങ്ങളാണ്. അതുപോലെ തന്നെ സൂപ്പർ കിഡ് കോൺടെസ്റ്റിന് മെഡൽ കിട്ടിയതിൻ്റെ ഫോട്ടോ ലാസ്റ്റ് ഡേ വന്നു. റെഗുലർ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇത്. പിന്നെ ഇന്ന് എക്സാമും തീർന്നു. അങ്ങനെ LKG അവസാനിച്ചിരിക്കുകയാണ്. എന്നും സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. അച്ഛനെ സ്റ്റെപ്പ് എടുത്തുകൊണ്ടാണ് ഇറങ്ങുന്നത്, ബാഗും എടുത്ത് കുഞ്ഞിനെ എടുത്താണ് പോണത്. അങ്ങ് പോയി ഓട്ടോയിൽ കയറി അങ്ങ് മറയുന്നത് വരെ അവൾ ടാറ്റ തന്നും താങ്ക്സ് തന്നും ഇരിക്കും കേട്ടോ. എത്ര വേഗമെന്നാണല്ലേ കുഞ്ഞുങ്ങൾ വളരുന്നത്. നമുക്ക് ഈ ഒരു നിമിഷം ഭയങ്കര സന്തോഷം ഉള്ള ഒരു നിമിഷങ്ങളാണ്. കുട്ടി വളർന്ന് LKG UKG ആയി എന്നൊക്കെ പറയുന്നെങ്കിലും ഈ ഒരു നിമിഷം ഇങ്ങനെ എടുത്തുകൊണ്ടൊക്കെ നടക്കുന്ന ഈ ഒരു പ്രായം കഴിഞ്ഞു പോയില്ലേ, അത് മനസ്സിലൊരു വല്ലാത്ത നീറ്റിൽ തന്നെയാണ്. എല്ലാ അമ്മമാർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര, എപ്പോഴും ഞാൻ അവളെ എടുക്കുമ്പോഴെല്ലാം ഓർക്കും ഈ നിമിഷം ഏറ്റവും സന്തോഷമുള്ള നിമിഷമെന്ന്. കാരണം വളർന്ന് പോകണം. ഇനി ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്ന പ്രായം കഴിഞ്ഞു പോയില്ലേ. ഓരോ നിമിഷവും നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. അങ്ങനെ LKG അവസാനിച്ചു. ഇനി UKGയിലേക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക.